രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ബൂത്ത് കവല. മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് മുജ്തബയാണ് ചേരുന്നത്. നമസ്കാരം. വോട്ട് കവല എന്നുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്തെ കൂടി ചില അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചർച്ച കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് ഏകദേശം ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിൽ കൂടി എത്തിയിരിക്കുന്നൊരു സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാണ് ചില UDFനെയും അതോടൊപ്പം തന്നെ LDFനെയും ഒക്കെ ബാധിക്കുക? കേരളത്തിൻ്റെ അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രത്യേകിച്ച് നിയോജക മണ്ഡലത്തിലും അസംബ്ലി മണ്ഡലങ്ങളിലും ഒക്കെ ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് വിവിധ ആളുകളുടെ പ്രതികരണമാണ് തേടുന്നത്. എങ്ങനെയായിരിക്കും ഈ രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച UDFന് അല്ലെങ്കിൽ LDFനൊക്കെ ഗുണം ചെയ്യുക? രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ 20 സീറ്റും UDF തൂത്തുവാരും. ആ ഒരു വെപ്രാളമാണ് LDFനെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ശരത് പവാർ അടക്കമുള്ള ആളുകൾ, യെച്ചൂരി ഇവരടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിനെ ഏറ്റവും പ്രഷർ ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് വയനാട് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്നുള്ളൊരു പ്രഷർ ചെയ്യണം. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ BJPയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു എന്നും ഒരു മതേതരത്വ സഖ്യം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മതേതരത്വ സഖ്യം ഇന്ത്യയിൽ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇന്ത്യയിലെ മതേതരത്വവാദികളായ എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. അതാണ് UDF അനുഭാവികളുടെ ഒരു പ്രതികരണം. പക്ഷേ LDFൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഈ ഒരു ചർച്ച ഇപ്പോൾ പിന്മാറി എന്നുള്ളൊരു അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അത് LDFന് ഏത് തരത്തിൽ ഗുണം ചെയ്യും? നിലവിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിനകത്ത് UDFന് ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് നിർത്തി രാഹുൽ ഗാന്ധിയെ പരസ്യപ്പെടുത്തിയാൽ മാത്രമേ കേരളത്തിൽ UDFന് എവിടെയെങ്കിലും ഒരു സീറ്റുമെങ്കിലും കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിലെ UDFൻ്റെ അവസ്ഥ. പക്ഷേ രാഹുൽ ഗാന്ധി നിലവിൽ ശരിക്കും മത്സരിക്കേണ്ടത് BJPക്കെതിരായിട്ടാണ്. പക്ഷേ LDFനെതിരായി മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരെ യാതൊരു നിലപാടും എടുക്കാനില്ല എന്ന് മാത്രമല്ല, വർഗീയതയോട് സന്ധി ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. BJPയെ താഴെ ഇറക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു കുറച്ചു കാലം വരെ. അത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഒരു ചർച്ച കുറേ ദിവസമായിട്ട് നടക്കുന്നു. വരുന്നു എന്ന് കേൾക്കുന്നു, വരുന്നില്ല എന്ന് കേൾക്കുന്നു. അതൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഉണ്ടാവും. അതൊരു മറയായിട്ട് കൊണ്ടടക്കല്ല. അതെല്ലാം ഒരു രാഷ്ട്രീയ മറയായിട്ട് കൊണ്ടടക്കാണ്ടുള്ള ഒരു കളിക്കാനുള്ള പരിപാടിയാണത്. മതത്തരത്തെ ഒരു ഇന്ത്യ സൃഷ്ടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിനെ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും ഒരേമാതിരി നീതി നടപ്പുള്ളൂ. രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നാൽ അത് ഗുണം ചെയ്യുമെന്നും അതേസമയം തന്നെ വന്നാൽ തോൽപ്പിക്കുമെന്നുള്ള സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.